ഹലോ വെൽക്കം ബാക്ക് ടു ലെച്ചു സ്പേസ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കസ്റ്റമർ അയച്ചു തന്ന കേക്കാണ് കേട്ടോ. 1.5 കിലോ ഹണി ആൽമണ്ട് കേക്കാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി കേക്ക് സ്പഞ്ച് ചെയ്യണം കേട്ടോ. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതി 8-1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അരിക്കുന്നുള്ളൂ, അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മിക്സിങ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് നേരം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ച് വെച്ചാലും മതി കേട്ടോ, ഇങ്ങനെ ചെയ്യണമെന്നില്ല. അതിനുശേഷം ഞാൻ ഒരു ബൗളിലേക്ക് 6 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു മീഡിയം സൈസ് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. 6 മുട്ട പൊട്ടിച്ചൊടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ബുഷിൻ്റെ എസൻസ് ആണ് കേട്ടോ. ഞാൻ ഈ ഒരു എസൻസ് തന്നെ ഞാൻ ബേക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഈ എസൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ അതിൽ ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയൊക്കെ നമ്മൾ നേരത്തെ പൊടിച്ച് റെഡിയാക്കി വെക്കണം. അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട എസൻസ് മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്യാനുള്ളത്. ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളറായി വരുമ്പം മാത്രമാണ് കേട്ടോ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശായിട്ടാണ് കേട്ടോ ഞാനിവിടെ 1.5 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ഇടുന്ന സമയത്ത് നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് ഹൈ സ്പീഡ് ആക്കണം. ബാറ്ററൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലെവലായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ ടെക്സ്ചർ ഉണ്ടായിരിക്കുക. അതിനുശേഷം ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണും കൂടെ അളവിലാണ് കേട്ടോ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിട്ട് ഒന്ന് ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, ബാറ്റർ അങ്ങ് താന്നു പോകും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം 1/4 കപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീറ്റർ മാറ്റിയതിന് ശേഷം വിസ്ക് വെച്ചാണ് കേട്ടോ പതുക്കെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. കാരണം ബീറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അടിച്ച് താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇതുപോലെ വിസ്ക് വെച്ച് പതുക്കെ അത് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. പാലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്ലോർ ഇടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വീണ്ടും ബാക്കിയുള്ള പാലൊഴിച്ച് അങ്ങനെ 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ഇതിട്ട് കൊടുക്കാനുള്ളത്. ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക, ഒരു സൈഡിലോട്ട് മാത്രം ഇത് മിക്സ് ചെയ്യുക. അല്ലാതെ കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ. അല്ലെങ്കിൽ അത് ബാറ്റർ അങ്ങ് താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഈ വിനീഗർ ഞാൻ ബേക്ക് ചെയ്യുന്ന മിക്ക കേക്കുകളിലും ചേർത്താണ് കേട്ടോ ബേക്ക് ചെയ്യാറ്. ഒരു നല്ലൊരു കൺസിസ്റ്റൻസി കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കേക്കിൻ്റെ ടിന്നുകൾ എടുക്കുക. അതൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ ഓവൻ റെഡിയാക്കി ഇട്ടേക്കണം കേട്ടോ. 10 മിനിറ്റ് 200 ഡിഗ്രിയിൽ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷമാണ് കേട്ടോ ഈ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ഈ കേക്കിൻ്റെ ടിന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. 2 8 ഇഞ്ചിൻ്റെ ടിന്നിലും 2 5 ഇഞ്ചിൻ്റെ ടിന്നിലാട്ടോ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇത് ഈക്വലായിട്ട് ഞാനിതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോന്നിലും 4 ലെയർ വീതം കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഞാനത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 60 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. കേക്കൊക്കെ ബേക്ക് ആയത് ഇവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആൽമണ്ട് റെഡിയാക്കാം. 250 ഗ്രാം ആൽമണ്ടാണ് കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്കൊക്കെ തണുത്ത് 4 ലെയർ വീതം കേക്കുകൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ കേക്ക് 2 വീതം കട്ട് ചെയ്തു 4 ലെയർ വീതം ആക്കിയിട്ടുണ്ട്. താഴെ മുകളിൽ 4 ലെയർ വീതമാണ് കേട്ടോ. പിന്നെ നമ്മളിതുപോലെ ഹണിയാണ് കേട്ടോ 500 ml ഒരു ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതൊരു 3 ടീസ്പൂൺ ഹണി നമ്മുടെ പാലും കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ ചേർത്ത ആ ഒരു സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്രീമിലേക്കും ഹണി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഐസിങ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് എടുക്കുകയാണ്. താഴെ വെക്കുന്നത് ഒരു 12 ഇഞ്ചിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ. ആ ഒരു ബേസിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് സ്പഞ്ചിലേക്ക് ഹണിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെയാണ് കേട്ടോ നമ്മളിതൊന്ന് കവർ ചെയ്യുന്ന രീതിക്ക് ക്രീമാക്കി കൊടുക്കുന്നത്. ക്രീമിൽ നമ്മൾ ഓരോ ലെയറിലും കൊടുക്കുന്നത് ഹണി കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്പഞ്ചിലും അതുപോലെ തന്നെ ഓരോ ലെയറിലും നമ്മൾ നല്ല രീതിക്ക് തന്നെ ഹണി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ആണ് കേട്ടോ അത് ലെയറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ലെയറിലും നമ്മുടെ ഹണി മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ക്രീമൊക്കെ നമ്മൾ ലെയറിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ടയർ കേക്കിലൊക്കെ പൊതുവേ ക്രീംസൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രീമൊക്കെ കുറച്ചാണ് കേട്ടോ ഫ്ലാറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ താഴത്തെ ടയറിന് വേണ്ടി ചെയ്ത കേക്ക് ഒന്ന് ജസ്റ്റ് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം മുകളിലത്തെ ടയറിന് വേണ്ടിയുള്ള 5 ഇഞ്ച് ടിന്നിൽ ചെയ്ത കേക്കിന് എടുത്തിട്ടുണ്ട്. അത് ഓരോ ലെയർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ 4 ലെയർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതേ രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 500 ml ഹണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം കുപ്പി കാലിയായിട്ടുണ്ട്. ഇത്രയും നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഓരോ കേക്കായിട്ട് എടുത്ത് ഫിനിഷ് കോട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യം ഞാൻ താഴത്തെ ടയറിലാണ് ഫിനിഷ് കോട്ട് ചെയ്യുന്നത്. അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. വൈറ്റ് തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫിനിഷൊക്കെ ചെയ്ത് കേക്കൊക്കെ നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം ചെറിയൊരു കളർ കോമ്പിനേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 2 കേക്കും ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ടയർ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ താഴത്തെ കേക്കിൽ കുറച്ച് സ്ക്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. മുകളിൽ ഒരു കേക്ക് വയ്ക്കുമ്പോൾ കേക്ക് ഇടിഞ്ഞ് താഴ്ന്നു പോകാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ടയർ വെച്ച് കൊടുക്കുകയാണേ. ആ കേക്ക് പതുക്കെ എടുത്ത് ഉയർത്തി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു സ്ക്യൂറും കൂടെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അത് പോരാന്ന് തോന്നിയിട്ട് ഞാൻ 2 സ്ക്യൂസും കൂടെ അപ്പുറം ഇപ്പുറം പിന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള കേക്കാണ്. അതിനുശേഷം സ്കൈ ബ്ലൂ കളർ ഒരു പൈപ്പിംഗ് ബാഗിലെടുത്ത് 2 കേക്കിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രം ബേസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ 12 ഇഞ്ചിൻ്റെ ഒരു ബേസും കൂടെ ചേർത്ത് ഡബിൾ ടേപ്പ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലത്തെ കേക്കിന് ഈ ബ്ലൂ കളറിൽ ബ്രഷ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫോണ്ടനിൽ ഒരു റിബൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫോക്സ് ബോൾസും ഗോൾഡൻ ബട്ടർഫ്ലൈസും കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ഇട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറൊക്കെ വെച്ച് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണ്ടനിലാണ് കേട്ടോ നൈം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.